ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ സൗദി അറേബ്യ വിട്ടു നാട്ടിലേക്ക് പോരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പെട്ടിയൊക്കെ വെട്ടി കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പെട്ടിയൊക്കെ നല്ല അവിടെ നിന്ന് പൊറുക്കി പോത്തെ ലഗേജൊക്കെ കെട്ടി. അപ്പോൾ റൂമിൽ നിന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ റൂമിൽ കിടക്കാനായവരുണ്ടായിരുന്നു. പല സമയത്ത് ഡ്യൂട്ടിയുള്ളവരാണ്. നമ്മൾ ഓലെ സ്വീപ്പാക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഓലെ അടുത്തേക്ക് വന്നാണ്ട് ഓലെ സ്വീപ്പാക്കാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ രാവിലെ നേരത്തെ നീച്ച് ഡ്യൂട്ടിക്ക് പോയി. ഞാൻ 1 മണിയൊക്കെ ആയപ്പോൾ നീച്ച് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ചു നിന്ന് ഓന്റെ ഷോപ്പിൽ കുറച്ചു നേരം അങ്ങനെ ചെലവഴിച്ച് നിന്നു. ഒരു 3-3:30 ആയപ്പോൾ ഞാൻ 3 മണിയാകുമ്പോൾ റൂമൊക്കെ പോയി വീണ്ടും മാറ്റി ഒരുങ്ങി. അവൻ ലഗേജുകളൊക്കെ എടുക്കാൻ വന്നു. വണ്ടി വിളിച്ച് ടാക്സി വിളിച്ച് നേരെ എയർപോർട്ട് പോന്നു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടി. ഇവിടെ എങ്ങനെ ഇരിക്കണം. ഇനി അടുത്തൊരു പോലെ തുടങ്ങി സംശയമുണ്ട്. എയർപോർട്ടും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല, കാരണം ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഏതായാലും കാണിക്കണില്ല. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പോകുന്നത് ഇവിടുന്ന് നേരെ ഷാർജ ടു കാലിക്കറ്റ് ആണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒന്നും യാത്ര പറഞ്ഞ വീഡിയോസും കാര്യങ്ങളും ഒന്നുമില്ല. അതൊക്കെ പലരും പല ഡ്യൂട്ടിയിലായതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇപ്പൊ തബൂക്ക് ലൈൻ ബസ് ഉണ്ട്. ലൈൻ 2, ലൈൻ 1, ലൈൻ 3, ലൈൻ 4 ആണ്. അപ്പൊ ലൈൻ 2 പറഞ്ഞ ബസ് എയർപോർട്ടിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പോ കുറഞ്ഞ പൈസ ഉള്ളൂ, 3-4 റിയാൽ കൊടുത്താൽ ഇങ്ങോട്ട് എത്തും. പക്ഷേ അതിൽ ക്യാഷ് എടുക്കൂല, കാർഡ് വെക്കണം, ATM കാർഡ് വെക്കണം, അല്ലെങ്കിൽ മൊബൈലിൽ വെക്കണം. ഇങ്ങനത്തെ കാർഡ് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടാക്സി വിളിച്ചു പോകുന്നു. കാരണം പിന്നെ അത് ഗേറ്റിലേക്ക് എത്തും എന്നുള്ളതാണ്. കാരണം ഇനി പുറത്തേക്കാണോ ഇങ്ങോട്ട് ഉള്ളിലേക്ക് എത്തുമോ എന്താണെന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ എന്നാലും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ടാക്സി വിളിച്ചു പോകുന്നു. ടാക്സിക്ക് ആകുമ്പോൾ വെച്ച് കൊടുക്കണം, 30-40 റിയാലൊക്കെ കൊടുക്കണം. എന്നാലും നമ്മൾ നേരെ വന്നാണ്ട് മേരക്കിന് എല്ലാ ടാക്സിക്കാരും പോരൂല. കാരണം ഓർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല. മമ്മിനല്ല അവിടെ നിർത്താൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഓർക്ക് നല്ല ഫൈന് കിട്ടും. അപ്പോൾ ഒക്കെ അതിനനുസരിച്ച് ആയിരിക്കണം. അപ്പൊ എന്തായാലും ഞാൻ നാട്ടിലേക്ക് പോവാണ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ഏതായാലും പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം വേണം. അപ്പം നമുക്ക് ഇനി വിഷലുകൾ കാണാം. അങ്ങനെ നമ്മളെ വിമാനം വന്നു. നമ്മൾ അതിലിട്ട് കയറാൻ പോവാണ്. ഫ്ലൈ ദുബായ് അതാക്കണ കാണില്ല എൻ്റെ ഇത്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി സീറ്റൊക്കെ കിട്ടി. സീറ്റ് ആണെങ്കിൽ സെൻട്രൽ സീറ്റാണ് കിട്ടിയത്. കുറെ വിഷലുകളൊക്കെ എടുക്കണം എന്ന് കരുതിന്. രാത്രി ആണെങ്കിൽ രാത്രി വെള്ള വിഷലൊക്കെ കിട്ടുന്നത്. നമ്മൾ മുന്നിൽ സ്ക്രീൻ ഉണ്ട് കേട്ടോ സീറ്റിന്റെ മുന്നിൽ. ഞാൻ കുറെ ഓണാക്കി നോക്കി. എൻ്റെത് ഓണാണ്. ഇപ്പുറത്തൊക്കെ ഇതാക്കണം ഹയറുണ്ട്. നല്ല മ്യൂസിക്കും സിനിമയും ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിൽ പൈസ കൊടുക്കണം. സ്കാൻ ചെയ്ത് പൈസ അടക്കുമ്പോൾ നല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. قدر الله ذلك يجب خلع الأحذية ذات الكعب العالي وترك جميع التعديلات. يمكنكم ربط أحزمة المقاعد، تعديلها وفتحها بهذه الطريقة. يتعين إبقاء أحزمة المقاعد مربوطة بشكل غير محكم أثناء جلوسكم خلال الرحلة، بينما يتعين ربطها بإحكام عندما تكون إشارات أحزمة المقاعد مضاءة. وإذا حدث نقص فما يمكنكم تعديله. وتذكروا يجب وضع الوقاية لأنفسكم قبل مساعدة الآخرين. تم وضع سترة النجاة في الخزانة الموجودة فوق رأسكم. وفي حالات الهبوط الاضطراري على الماء وعندما يطلب منكم أفراد طاقم الخدمة ذلك فقط، يجب نفخها عند الخروج من الطائرة، وذلك بسحب القطعة الحمراء إلى الأسفل. وفي حال عدم انتفاخ السترة أو عند الحاجة لزيادة الهواء فيها يتعين عليكم النفخ في هذا الأنبوب. وتتضمن السترة نوعا للفت الانتباه. പിന്നീട് നമ്മളവിടെ പരസ്യങ്ങളും ഇതൊക്കെ കണ്ടില്ലേ, ഓലെ കുറെ കാര്യങ്ങളുണ്ട്. എടുത്തു. അപ്പൊ ഒരു ഇങ്ങനെ എടുത്താണ്. കാരണം എന്താ വെച്ചാൽ എന്റെ നേരെ അപ്പുറത്തെ ഒരു സ്ത്രീനെ നമുക്ക് വീഡിയോ എടുക്കാനും കഴിയില്ല. അതാണെങ്കിൽ വിൻഡോ സീറ്റ് അതിന് കിട്ടിയത്. അതിനുശേഷം നമുക്ക് ബിരിയാണി വന്നു. ഫുഡ് ഇല്ല എന്നാ പറഞ്ഞിരുന്നത്, പക്ഷെ നമുക്ക് ബിരിയാണി കിട്ടി. ഞാൻ തുറന്നിങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് വയ്ക്കാണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ ഒന്ന് കഴിച്ചുപാടെ നോക്കാൻ കരുതി. അപ്പൊ കഴിച്ചു, 1 സ്പൂൺ കഴിച്ചു നോക്കി. അടിപൊളി ബിരിയാണി കേട്ടോ, നല്ല ചൂടൊക്കെ ഉണ്ട്, നല്ല ബിരിയാണി. എന്ത് പറ്റിയെന്നറിയില്ല, സാധാരണഗതിയിൽ കിട്ടാറില്ല. ഫുഡ് ആടെ ചെയ്യലുണ്ട്, പക്ഷെ ഇത് കിട്ടി. ഇതിനുശേഷം നല്ല മയക്കിന്. പിന്നെ ഇറങ്ങാൻ ഇതാ ദുബായിൽ ലാൻഡ് ചെയ്യാൻ. അപ്പോഴൊരു ചെറിയൊരു വിഷലിങ്ങനെ വിട്ടുന്നെടുത്ത്. കാരണം അപ്പുറത്തെ ഒരു സ്ത്രീ ആയത് കൊണ്ട് സ്വാഭാവികം അത് വീഡിയോയിൽ പെടാൻ പാടില്ല, കാരണം പ്രശ്നമാണ്.
സൗദി ആയിരുന്നു തോന്നുന്നു. പിന്നെ അപ്പം ഞാനിങ്ങനെ വിട്ടുന്നൊരു സൂം ചെയ്താണ്ട് ആ ദുബായിന്റെ വിഷൽ ഇങ്ങനെ എടുത്താട്ടോ. വിമാനം ലാൻഡ് ചെയ്യാൻ ഏകദേശമായി. അപ്പൊ ഞാൻ സൂം ചെയ്ത് കണ്ടെടുത്ത ആ ലൈറ്റും കാര്യങ്ങളും രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളും മാത്രമേ കിട്ടുള്ളൂ. എന്നാലും നല്ല ഭംഗി രാത്രി കാണാം. പിന്നെ അവിടെ ഇരുന്ന് കുറച്ചു നേരം 2-3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് ഒരു കോഫിയും കുടിച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം ഇതാണ് നമ്മൾ വിമാനം. അതിൽ വീണ്ടും യാത്രയായി. പിന്നെ പെട്ടെന്നാണ് സംഭവിച്ചത്. ഈ കരിപ്പൂരിലെത്തി വീണ്ടും ഒരു മയക്കത്തിന് ശേഷം ലാൻഡിങ്. വിമാനത്തിന്റെ ചിറക് ഇങ്ങനെ പൊന്തി കിടക്കുന്ന ലാൻഡിങ് ആണ് കാണുന്നത്. അപ്പോഴും എനിക്ക് കിട്ടിയ സൈഡ് സീറ്റ് അതും മുഞ്ചിപ്പോയി. ഇനിയുള്ള വിഷ്വലുകൾ ഇതാ ഞാൻ വരുന്നതൊന്നും ഞാൻ എടുത്തതല്ല കേട്ടോ, എൻ്റെ വീഡിയോയിൽ എടുത്തില്ല. അതെന്ത് പറ്റി എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ ഫോണൊന്നും ചാർജ് ഇല്ലായിരുന്നു. മെയിൻ എന്താ പറ്റിയെന്ന് ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ അവരെടുത്ത വീഡിയോസൊക്കെ ഒന്ന് ഞാനിങ്ങനെ എടുത്താണ്. എന്തായാലും നമ്മൾ തുടക്കം കുറിച്ചല്ലോ, അതിന് ലാൻഡിങ്ങും വേണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടിനെ കുട്ടീനെ കണ്ട് കുട്ടീനെ എടുത്ത് എന്നങ്ങനെ പൊക്കി ഇപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങനെ വന്നു. പിന്നെ കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ജ്യേഷ്ഠനും ഭാര്യയും പെങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ടായിന്. ഉമ്മയും ഉപ്പയും ഒക്കെ എല്ലാവരും ഉണ്ടായിന്. എല്ലാവരും വരാമെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും വന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.